ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ കുടുംബം ഇന്ന് രംഗത്തെത്തി. അർജുന്റെ പേരിൽ മനാഫ് ഫണ്ട് ശേഖരണം നടത്തുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അങ്ങനെയൊരു പണവും കുടുംബത്തിന് ആവശ്യമില്ല എന്ന് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയും സഹോദരി ഭർത്താവ് ജിതിനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീട് അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളൂ. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. ഇപ്പം അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മനാഫ് വൈകാരികത മുതലെടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ മറ്റൊരു ആരോപണം. അർജുന് 75,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നുവെന്നത് അടിസ്ഥാനരഹിതമാണെന്ന് കുടുംബം ഇന്ന് വ്യക്തമാക്കി. വ്യാജ പ്രചാരണങ്ങൾ കാരണം കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണെന്നും കുടുംബം അറിയിച്ചു. സ്വന്തം യൂട്യൂബ് ചാനലിൽ കാഴ്ചക്കാരെ കൂട്ടാൻ മനാഫും ഈശ്വർ മാൽപ്പയും ചേർന്ന് നാടകം കളിച്ചു എന്നാണ് അർജുന്റെ കുടുംബത്തിന്റെ മറ്റൊരു ആരോപണം. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിൽ അതൊരു ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ്. അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 75,000 രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണപ്രിയ അറിയാം, അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീട് അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളൂ. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച മനാഫ് അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പ്രതികരിച്ചു. അർജുനെ കണ്ടെത്തുന്നതുവരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി അത് സജീവമാക്കും. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടും എന്നാണ് മനാഫിന്റെ പ്രതികരണം. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ലാലും ഒന്നും ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ? അതേസമയം അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുകയാണ് ഉത്തരകന്നഡ SP M നാരായണ. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടത്തിയതിന് മനാഫിനും ഈശ്വർ മാൽപ്പയ്ക്കുമെതിരെ കർണാടക പോലീസ് കേസെടുത്തു. തുടക്കം മുതൽ തിരച്ചിൽ വഴിതിരിച്ചു വിടാനാണ് മനാഫ് ശ്രമിച്ചത് എന്ന് ഉത്തരകന്നഡ SP 24നോട് വ്യക്തമാക്കി. Day of Munaf is misinformation, guys. They got the lorry. They never come directly to the SP. They never inform. And so this Ranjit and Munaf and other fellows came directly and they want to do the operation in that mud side only. They never allow us to do that first day. If you done the same time, Arjun body may be lifted on the same day. So they want to delay the process and blame the government always. They want to get the credit for searching the lorry, lifting the lorry, and they have to blame the government, both governments. ഷഹദ് റഹ്മാനും ഒപ്പം അഭിജിത്ത് മുഴക്കുന്നും ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, ഏത് സാഹചര്യത്തിൽ ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു, മനാഫിന്റെ ഇടപെടലുകളെ തുറന്നു കാണിക്കേണ്ടി വന്നു എന്നാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്? ഷഹദ്.
ഉന്മേഷ, ഈ കാര്യങ്ങൾ അതായത് ഈ അർജുന്റെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ അത്രയും അതായത് മുൻപേ നടക്കുന്നുണ്ട്. ഈ അർജുന്റെ തെരച്ചിൽ നടക്കുന്ന 2ാം ഘട്ടം മുതൽ മനാഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. മനാഫ് പിന്നീട് അങ്ങോട്ട് അത്രയും ഈ യൂട്യൂബ് ചാനലിലും കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. ആരൊക്കെയോ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നു, നാടകമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം ഈ കുടുംബം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമല്ല. പക്ഷേ ഇപ്പോൾ അത് അതിര് കടന്നു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത്. ഈ പ്രവർത്തനങ്ങൾ, അതായത് മനാഫ് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അർജുന്റെ കുടുംബത്തെയും അർജുനെയും വെച്ച ഈ മനാഫും അതുപോലെ തന്നെ മനാഫിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ആക്ഷൻ കമ്മിറ്റിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം എന്നൊരാവശ്യമാണ് ഈ കുടുംബം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. അതിന് ഈ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ അവർ നിരത്തുന്ന വാദങ്ങൾ എന്ന് പറയുന്നത്, കാരണം മനാഫിന് പല വഴിയിൽ ഇപ്പോൾ ഫണ്ട് വലിയ രീതിയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ അർജുൻ്റെയും പേരിൽ മനാഫും അതുപോലെ തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയും വിവിധ ഇടങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നുണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. നിലവിൽ അർജുൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അർജുൻ്റെ ഭാര്യയ്ക്ക്, മകന് അങ്ങനെ ആരുടെയും പണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം അവർ അടിവരയിട്ട് പറയുകയാണ്. മാത്രവുമല്ല, കാരണം സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഭാര്യയ്ക്ക് ജോലി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരൻ, അവരുടെ വൈഫ്, അങ്ങനെ എല്ലാവർക്കും ജോലിയുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ പശുവിൻ്റെ പാലൊക്കെ കറന്നിട്ടാണ് ജീവിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ നിരത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ പൊതുസമൂഹത്തിലേക്ക് തങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊക്കെ ഞങ്ങളുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലാണ്, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ കഷ്ടപ്പാടിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയിലാണ് എന്ന തരത്തിലാണ് പൊതുസമൂഹത്തിൽ ഈ സംഘങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം എന്നൊരാവശ്യമാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. കാരണം അർജുനെ വിറ്റും അതുപോലെ തന്നെ അർജുന്റെ കുടുംബത്തെ വിറ്റും ആരും ജീവിക്കരുത് എന്നൊരു കാര്യമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഈ കുടുംബം പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ രത്നച്ചുരുക്കം. ശരി ശരത്, ഏതായാലും കുടുംബം ആ നിലയ്ക്ക് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് കൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ മനാഫ് ഏത് തരത്തിലാണ് ഈ കുടുംബത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്? അഭിജിത്ത്. നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് നിരവധിയായ ആരോപണങ്ങൾ കുടുംബം മനാഫിനെതിരെ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളുകയാണ് മനാഫ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ച ആരോപണമാണ്. ആ രീതിയിലുള്ള ഒരു ഫണ്ട് പിരിവ് തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനാഫ് പറയുന്നത്. അങ്ങനെ താൻ ഏതെങ്കിലും രീതിയിൽ അനധികൃതമായി ഈ കുടുംബത്തിന് വേണ്ടി ഫണ്ട് പിരിവ് നടത്തിയതായി ബോധ്യപ്പെടുകയാണെങ്കിൽ, വെളിപ്പെടുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നോട്ടെ എന്നുള്ളതാണ് മനാഫിന്റെ പ്രതികരണം. ഒപ്പം തന്നെ കുടുംബം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ഈ യൂട്യൂബ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. ഈ യൂട്യൂബ് തുടങ്ങിയതിൽ മനാഫിന്റെ പ്രതികരണം ഇപ്രകാരമാണ്: താൻ ഈ തന്റേതായ ചില കാര്യങ്ങൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് വേണ്ടിയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് അർജുനെ കണ്ടെത്തിയതിനു ശേഷം അത് ഉപയോഗിക്കാതിരിക്കാം എന്നുള്ളതായിരുന്നു തന്റെ തീരുമാനം. പക്ഷേ നിലവിൽ ഇത്തരമൊരു ആരോപണവുമായി കുടുംബം മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ താൻ ഈ യൂട്യൂബുമായി മുന്നോട്ട് പോകും, അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് തന്നെ ആർക്കും തടയാൻ സാധിക്കില്ല എന്നും മനാഫ് പറയുന്നു. ഒപ്പം തന്നെ വൈകാരികതയെ മുതലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നിലവിൽ മനാഫ് നടത്തുന്നത് എന്നുള്ള ആരോപണത്തിനും മനാഫിന്റെ മറുപടി, താൻ ആ രീതിയിലല്ല തന്റെ പ്രവർത്തനം, ചിലർ ഈ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, ഇവർ കളവ് പറയുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി മനാഫ് തന്നെ പ്രതിരോധിക്കാനായി പറയുന്നുണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിലും ചില സംശയങ്ങൾ, ചില ആരോപണങ്ങളൊക്കെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനാഫിന്റെ പ്രതികരണം. കൂടാതെ ഈ ലോറിക്ക്, അതായത് അർജുന്റെ ലോറിക്ക്, തന്റെ ലോറിക്ക് അർജുന്റെ പേരിടും എന്നുള്ളതാണ് മനാഫിന്റെ പ്രഖ്യാപനം. അത് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ മനാഫ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനോട് കുടുംബം തീർത്തും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് കുടുംബം രേഖപ്പെടുത്തിയത്. അങ്ങനെ ഒരു പേരിടേണ്ട കാര്യമില്ല എന്ന് കുടുംബം മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരിച്ചു. പിന്നീട് വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ മനാഫ് പറയുകയാണ് താൻ തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകും, താൻ തന്റെ ലോറിക്ക് അർജുൻ എന്ന് തന്നെ പേരിടുമെന്ന് മനാഫ് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഏതായാലും കുടുംബം ഉന്നയിച്ച ഗുരുതരമായ ചില ആരോപണങ്ങൾ, ചില വിമർശനങ്ങൾ, ഇതിലൊക്കെ മനാഫ് തന്റെ നിലപാട് പറയുകയാണ്, ഇതൊക്കെ തള്ളുകയാണ്. അപ്പോഴും ഈ യൂട്യൂബ് കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മനാഫ് മറുപടി പറയുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.